പിന്നെ ഈ തൊട്ടിരി എന്ന് പറഞ്ഞ ഈ സാധനം ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്ന സാധനം കണ്ട എന്താ വെച്ചാല് ഒരു ചെങ്ങായിൻ്റെ ഓന് ഒരു പാക്കേജ് ഒക്കെ നടത്തണ ചെങ്ങായ ട്രാവൽ ബൈ 5G എന്ന് അറിയാം അങ്ങനെ ഒരു ചെങ്ങായ ഓൻ്റെ ഒരു വീഡിയോ കണ്ടിനി ഞാൻ ഈ സാധനം ഇങ്ങനെ കെട്ടിയിട്ട് ഒരു തൊട്ടിലുമായിട്ട് ഹാമക്ക് ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ആ സാധനം ഇങ്ങനെ കെട്ടിയിട്ട് അപ്പൊ ഞാനിങ്ങനെ കുറെ വിചാരിച്ചാ അപ്പൊ ഞാൻ ഒരു ദിവസം ഒരു സ്റ്റോറി ഇട്ടീനി ഗൈസ് എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടിയാൽ ഇനിയിപ്പോൾ ആര് തലേക്കൊന്നും നോക്കണ്ടല്ലോ എന്ന്. അപ്പോൾ എൻ്റെ ഒരു ഫോളോവർ എനിക്ക് അയച്ചു തന്നതാണ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യണ ആ സാധനം തൊട്ടില്. അങ്ങനെ പിന്നെ അതിന്റെ സുഖം കിട്ടിയപ്പോൾ പിന്നെ എനിക്ക് എങ്ങോട്ട് പോകാതായി. കാരണം ഈ ജനറലിനതായിട്ടൊരു സൗന്ദര്യം ഉണ്ട്. സംഭവം നമ്മുടെ അടുത്ത് പൈസ ഇല്ലായിട്ടല്ല, AC പോവാൻ പൈസ ഇല്ലായിട്ടല്ല. പക്ഷെ ഈ AC ഒരു ദിവസം പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അമ്മ അന്നത്തെ ദിവസമാണ് പോകും, ആരും മുണ്ടൂല. ഇനിയിപ്പോ AC ഉള്ള ആരെങ്കിലും ഒന്ന് തോണ്ടിയിട്ടുണ്ടെങ്കിൽ അത് പീഡനായി അങ്ങനെ വരും. പക്ഷെ ഇനിയിപ്പോ ജനറലുള്ള ആരെയും പോയി തോണ്ടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ പീഡനല്ല. ജനറലിന് ഭയങ്കര നമുക്ക് കമ്പനി ബിൽഡ് ചെയ്യാൻ കഴിയും. ഞാൻ തന്നെ നമ്മളിപ്പോ ഡൽഹിക്കൊക്കെ പോണ ദിവസം എനിക്ക് പിന്നെ എങ്ങനെ വെച്ചാൽ നമ്മ കുറച്ച് വർത്താനം പറഞ്ഞാൽ പിന്നെ കമ്പനിക്കാരായി. അത് അപ്പത്താ ഐ മീൻ ടെമ്പററി കമ്പനി ആയി. ഞാൻ അത് ആലോചിച്ചതാ. അപ്പൊ നമ്മ ഇങ്ങനെയൊക്കെ ചെയ്തണ്. കുറച്ച് UP കുറച്ച് ടീമുണ്ട്. അപ്പൊ ഞാൻ ഓലായിട്ട് കമ്പനിയായി എന്നിട്ട് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കും. എൻ്റെ പേഴ്സണൽ നമ്പറൊക്കെ കൊടുക്കും. ഭായി വിളിക്കണം കേട്ടോ, മറക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. പക്ഷെ ഇനി ഞാൻ ഡൽഹിയിലേക്ക് എത്തി വേറെ എന്തെങ്കിലും പണിൻ്റെ ഇടയിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല തെറി പറയും. വിളിച്ചാണ്ട് ഹിന്ദിയിൽ ഇത് മൂന്നിയാന്ന് പറഞ്ഞിട്ട് കുറേ പറയും. പിന്നെ നിങ്ങൾ പോകും. അതൊക്കെ അപ്പത്തെ ആ ഇതിൽ നമ്മൾ ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല നല്ല ആൾക്കാരെ കാണുമ്പോഴേ. പക്ഷെ ഈ ജനറലാട്ടോ നല്ല നല്ല ആൾക്കാരുള്ള ഓരോ നാടിൻ്റെ കൾച്ചർ ആണെന്നുണ്ടെങ്കിൽ അത് ജനറൽ തന്നെ പോകണം. അത് ഞാൻ എപ്പോഴും പറയണതാണ്. ഒരു നാടിൻ്റെ കൾച്ചർ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഗുജറാത്തിൽ കൂടെ ട്രെയിനിൽ പോവുകയാണെങ്കിൽ ഒരുമാതിരി ഒരൊറ്റൊന്ന് കൊടുക്കാൻ തോന്നുന്നു കാണുമ്പോൾ തന്നെ. പിന്നെ അതേമാതിരി ഇപ്പോൾ കാശ്മീർ കൂടെ പോയേക്ക് എന്ത് നല്ല മനുഷ്യന്മാർ. അതേമാതിരി ബീഹാർ കൂടെ കയറി വയ്ക്കുകയാണെങ്കിൽ ഞാൻ ഒരു ദിവസം ബീഹാറിൽ നിന്ന് തൊട്ടിലെത്തി. എന്നിട്ട് ഒരു ചങ്ങായി തോക്കൊക്കെ ആയിട്ട് വരിക വെടിവെക്കാൻ. മാർപ്പിട്ട് തോട്ടി ആദമി എന്നൊക്കെ പറഞ്ഞാണ്ട് ഭയങ്കര. കാരണം ഈ ബീഹാരികൾ എന്ന് പറഞ്ഞാൽ കൊല്ലക്കാരന്മാരിയാണ്. ഒരാരും ഇൻട്രോവേർട്ട് ഉണ്ടാവില്ല, ഭയങ്കര എക്സ്ട്രോവേർട്ട് സാധനങ്ങളാണ്. ഇങ്ങനെ നിൽക്കും ഓനാരാ ബീഹാരി ബീഹാരി. ഇങ്ങനെ ഇൻസ്റ്റയിൽ എപ്പോഴും ട്രോള് കാണാം. ഇപ്പോൾ നമ്മൾ ജാമ്യ മില്ലയിൽ തന്നെ ക്ലാസ്സിൽ UP അങ്ങനെ കുറേ ടീമുണ്ടാവും. പക്ഷേ ഈ ബീഹാരികളെ എപ്പോഴും കളിയാക്കല. കാരണം എന്താ വെച്ചാൽ ബീഹാറിൽ അങ്ങനെയാണ്. ട്രോളോട് ഓല കണ്ടിട്ടില്ല, ട്രെയിൻ ഇങ്ങനെ നിർത്തുക, ഓല സ്ഥലത്തുമ്പോൾ ഓല് ചങ്ങല വലിക്കും എന്നിട്ട് ഇറങ്ങി പോവുക. പിന്നെ അതേമാതിരി നമ്മളെ ബസ് ഓടാത്ത ട്രെയിന് പിടിച്ചു നിർത്തുക ഓല സ്ഥലത്തുമ്പോൾ. അങ്ങനെ ബീഹാരികളാണ്. അപ്പം ഈ ബീഹാരികൾ അവിടുന്ന് ബീഹാറിൽ നിന്നൊക്കെ ഇത് കെട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം ഇത് പിടിച്ച് അയപ്പിക്കാറ്റിങ്ങൾ തോട്ടി ആദമി ഇതാണ് എന്ന് പറഞ്ഞാൽ വെറുതെ തല്ലുണ്ടാക്കും. ട്രെയിനിന് എപ്പോഴും ഏറ്റവും കൂടുതൽ ട്രെയിനിന് തല്ലാണ്ട് ബീഹാറിൽ നിന്നാണ്. അനങ്ങിയ അടിയാ, ഒന്ന് പറഞ്ഞ് രണ്ടിനും അടിയാ. ബാക്കിയുള്ളവർക്കൊന്നും അങ്ങല്ല കേട്ടാ. ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നില്ലേ ഒരാളെ ഭയങ്കരമായിട്ട് അടിക്കുന്നതൊക്കെ, അതിനുശേഷം പുള്ളി സംസാരിച്ചിരുന്ന പുള്ളി സംസാരിച്ചിന്. ഓനെ അന്ന് വെള്ളം അടിച്ചിട്ട് ഏതോ പെണ്ണിനെ പോയി കയറി പിടിച്ചതാണ് സംഭവം. അത് വരെ എന്റെ ചെങ്ങായിയേനി. ഇത് കഴിഞ്ഞിട്ട് ഞാനറിയുന്നില്ല. എന്നിട്ട് പിന്നെ പിറ്റേന്ന് ആൾക്ക് ബോധം വന്നതിന്റെ ശേഷം ഞാൻ പറഞ്ഞു അങ്ക് നല്ല അടിയൊക്കെ കിട്ടീനി, ഇങ്ങോട്ടാ കിട്ടി, അതും അറിയില്ല തോന്നുന്നുണ്ട്. എന്നിട്ട് ഓൻ പറഞ്ഞു പക്ഷെ ആ പട്ടാളക്കാരൻ എന്റെ ആരോ ആണ്, അതുകൊണ്ടാ തല്ലിയ തോന്നുന്നുണ്ട്. പക്ഷെ എനിക്കൊരു പേടിയുണ്ടേനി. ഓന് പണിയെടുക്കുന്നത് ചെന്നൈ ആണ്. ഈ ചെന്നൈയിലുള്ള ഏതോ ഒരു മലയാളി ഇന്ത്യക്ക് ഉണ്ട് ഓന്റെ വീഡിയോ ഇട്ടെന്നാണ്. അന്ന് വീഡിയോ എടുത്ത ചെങ്ങായി ഓനെങ്ങാനും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ